2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് പ്രകടമായി കണ്ടതാണ്. പ്രതിപക്ഷ നേതാവില്ലാത്ത 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തതും UP പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നിർണായക ശക്തിയായി ആ ഒരു പഴയ പ്രതാപം വീണ്ടെടുക്കുന്നു എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അസ്തമിച്ചു എന്ന് കരുതി പാർട്ടി വിട്ട പലരും ഇപ്പോൾ മാതൃസംഘടനയിലേക്ക് കടന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഗുലാം നബി ആസാദിൻ്റെ കൂടെ പോയ പലരും തിരിച്ചു വന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോഴത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത പഞ്ചാബിൽ നിന്നും വരുന്നുണ്ട്. മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തുറ്റ മുഖവുമായി മാറിയിരുന്ന, എന്നാൽ ചില വിഷയങ്ങളുടെ പേരിൽ BJPക്കൊപ്പം പോകേണ്ടി വന്ന ക്യാപ്റ്റൻ അമരേന്ദർ സിംഗ് കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള സൂചനകൾ നൽകുകയാണ്. നിലവിൽ BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ക്യാപ്റ്റൻ അമരേന്ദർ സിംഗ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിക്കെതിരെ കടുത്ത വിമർശനവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. BJP നേതൃത്വം കടുംപിടുത്തക്കാരാണെന്നും താരതമ്യേന കോൺഗ്രസ് കൂടുതൽ ജനാധിപത്യപരമാണെന്നും അദ്ദേഹം പറയുകയാണ്. 2022 BJPയിൽ ചേർന്ന അമരേന്ദർ സിംഗ് പാർട്ടിയിലെ തീരുമാനങ്ങൾ മുകൾ തട്ടിൽ നിന്നും അടിച്ചേൽപ്പിക്കപ്പെടുകയാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വിധിക്കപ്പെട്ടവർ മാത്രമായി മാറുകയാണ് BJP എന്നുള്ള പാർട്ടി. സംഘപരിവാർ സംഘടനകളിൽ ചിലർ ഇത്തരം വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. 2 പേരിൽ പാർട്ടി ഒതുങ്ങിയെന്നത് BJP നേതാവായ സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ളവർ ഇത്തരം പ്രവണതകളെ തുടക്കം മുതൽക്കേ എതിർക്കുന്നവരാണ്. അതാണിപ്പോൾ അമരേന്ദർ സിംഗ് ശരിവെക്കുന്നത്. പ്രാദേശിക നേതാക്കളുമായോ പ്രവർത്തകരുമായോ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നതാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. BJPയുടെ സമീപനം തികച്ചും യാന്ത്രികവും കർക്കശവുമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. പഴയ തട്ടകമായ കോൺഗ്രസിനെ കുറിച്ച് വാചാലനായ അദ്ദേഹം അവിടെ അനുഭവ സമ്പത്തിന് വലിയ വിലയുണ്ടായിരുന്നു എന്നും വിശാലമായ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ എന്നതും അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും സ്വീകരിക്കുവാനുള്ള വേദികളുണ്ട് എന്ന് ഇപ്പോൾ BJPയിലെ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ഒരു നേതാവ് തുറന്നു പറയുമ്പോൾ അത് വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കുന്ന ഒന്നാണ്. BJP ദേശീയ സമിതി അംഗമായ അമരേന്ദർ സിംഗിൻ്റെ ഈ ഒരു പരസ്യ പ്രസ്താവന ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്: അദ്ദേഹം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. പഞ്ചാബിൽ നിലയുറപ്പിക്കുവാൻ പാടുപെടുന്ന BJP അമരേന്ദറിനെ കൂടെ നിർത്തി മുന്നേറ്റം നടത്താമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് വന്ന ക്യാപ്റ്റനെ പഞ്ചാബിലെ ജനങ്ങളും സ്വീകരിച്ചില്ല. ശിരോമണി അകാലിദൾ സഖ്യം ഉപേക്ഷിച്ചപ്പോൾ പഞ്ചാബിലെ BJPയുടെ ഏക ആശയമായിരുന്നു അമരേന്ദർ സിംഗ്. ഒടുവിൽ അദ്ദേഹവും ഇപ്പോൾ BJPയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലപാട് ചില രാഷ്ട്രീയ മാറ്റങ്ങളിലേക്ക് വഴിവെക്കുമോ എന്നുള്ള മാധ്യമ ചർച്ചകൾ പഞ്ചാബിൽ തുടങ്ങിക്കഴിഞ്ഞു. ഈ വിഷയത്തിൽ ക്യാപ്റ്റനെതിരെ ഒരു നടപടിക്കൊന്നും മുതിരാൻ എന്തായാലും BJP ദേശീയ നേതൃത്വം തയ്യാറാകില്ല. അത് കൂടുതൽ BJPയെ കുഴപ്പത്തിലാക്കും എന്നുള്ളത് കൃത്യമായി അമിത്ഷാക്ക് ബോധ്യമുണ്ട്. എന്തായാലും പരസ്യ പ്രസ്താവനകൾ വിലക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിനാണ് സാധ്യത. നടപടി ഉണ്ടായാൽ അമരേന്ദർ സിംഗ് ഉറപ്പായും പഴയ തട്ടകത്തിലേക്ക് മാറും. അങ്ങനെയാകുമ്പോൾ പഞ്ചാബിലെ BJPയുടെ ഏക കച്ചിത്തുരുമ്പും BJPക്ക് നഷ്ടമാകും. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നത് കണ്ടറിയാം.